ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റിനെ കുറിച്ചുള്ള സൈക്കിൾസ്. നമ്മൾ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് വെച്ച് കാണുക. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് കാണുക. അത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ക്യാമറയ്ക്ക് ചാർജ് കുറവ് കാരണമാണ് അത് നിർത്തി വെച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫുള്ളും അപ്പോൾ ബാക്കി കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് പറയുന്നില്ല. ഒരു 3 പാർട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, 3 പാർട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൂടുകയും ചെയ്യും, അവരുടെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ടൈം കൂടൂല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വിശദീകരിച്ച് പറയുന്നൊന്നുമില്ല ഈ സൈക്കിൾസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കെട്ടിയിൽ അത്യാവശ്യം ചളി മോഡലൊക്കെ വന്നു. അത് ചളി മോഡൽ സ്വന്തമായിട്ട് ഇട്ടതല്ല, വരുമ്പോൾ പിന്നെ ഒരുപാടൊന്നും കട്ട് ചെയ്ത് കളയേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5ാമത് വരുന്നത് ഫാറ്റ് ബൈക്ക്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫാറ്റ് ബൈക്ക് എന്നത് തടിയുള്ളത്. അതായത് അപ്പോൾ ഇതിന് ഈ സൈക്കിളിന് വരുന്നത് ടയർ നല്ല വീതിയുള്ളത് തന്നെയാണ്. അപ്പോൾ 25 mm to 30 mm വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അധികം കണ്ടു കാണും ഈ പാർക്കിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ എല്ലാം റൈഡിന് വെച്ചിട്ടുള്ള സൈക്കിൾ കാണും, നല്ല വീതിയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ, അതായത് രാവിലെ നീക്കുന്നവർക്ക് അറിയാം, രാവിലെ നീച്ച് ടൗണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം ജോഗിങ്ങിന് പോണ കൂട്ടരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലിങ്ങിന് നടക്കുന്നവർ, ആ സൈക്ലിങ് നടക്കുന്നവർ അധികം പേരിലും വീതി കൂടിയതാകാരം. അതിൽ ഗേൾസ് എല്ലാം തന്നെ ഉണ്ട്, ഫ്രണ്ട് ബാക്കും ഗേൾസ് അതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം വലിയ റൈറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ 15ൻ്റെ താഴെ വരുന്നതുണ്ട്, ബട്ട് അതിന് കപ്പാസിറ്റി കുറവാണ്. കാരണം അതിൻ്റെ ടയറെല്ലാം വീതി ഉണ്ടാവും. പിന്നെ ടയർ മാറ്റുമ്പോൾ അതിൻ്റെ വില വേറെ റൈറ്റാണ് വരുന്നത്. അതിൻ്റെ 15ന് താഴെയുള്ള സൈക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെഡലിന്റെ ഒരു കട്ടി കുറവാക്കാൻ, അതുപോലെ തന്നെ അതിന്റെ ബാക്കി ബോഡികളുടെ കാര്യമൊക്കെ കുറച്ച് വീക്കാക്കാൻ. അപ്പോൾ വലിയ മെച്ചുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഷോ എന്ന് പറയാം. ചിലർ ഷോക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ 6ാമതായി വരുന്നത് ടൈം ട്രയൽ. അപ്പോൾ ടൈം ട്രയൽ എന്ന് പറയുമ്പോൾ വലിയ പേരാണെന്ന് കരുതണ്ട. ടൈം ട്രയൽ ഒരു റേസിംഗ് സൈക്കിളാണ്. ഇപ്പോൾ റോഡ് ബൈക്കിന്റെ മാതിരി തന്നെ ഏകദേശം അതുപോലെ തന്നെ, പക്ഷേ ബാക്ക് ടയറെല്ലാം വ്യത്യാസം ഉണ്ടാവും. ചിലത് ചട്ടക്കടലാസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. നമ്മൾ ബോട്ട് ബൈക്കിങ്ങൊക്കെ കണ്ടിട്ടില്ലേ, ബോട്ട് ബൈക്കിങ്. അതുപോലെ തന്നെ ബോട്ട് ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ടില്, അത് നിങ്ങൾ റേസിംഗ് കണ്ടവർക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ടയറെല്ലാം നിങ്ങൾക്ക് അറിയാം, അതിന് ബ്രേക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് കാലെടുക്കാനോ കഴിയില്ല, നമ്മുടെ കാല് അതിൽ നിന്ന് ഇറക്കാൻ കഴിയില്ല, പടലിൽ നിന്ന് കാലിറക്കാൻ കഴിയില്ല. അത് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റേസിന് തന്നെ വിടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ടയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചട്ടക്കടലാസ് പോലെ സംഭവം, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് റേസിങ്ങിന് ബ്രേക്കോ ഒന്നുമില്ല, ഹാൻഡിൽ ഒരു പെഡല്, ഗിയറൊന്നും ഉണ്ടാവില്ല, ഒരു ചട്ടകടലാസ് ടയർ, അത്ര ഇതിന് ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഉണ്ട് ബാക്കിൽ ഒരു ചട്ടകടലാസ് പോലെ വെച്ച്, മറ്റ് ഫ്രണ്ടിൽ ടയർ വെച്ച് ഉണ്ടാകുന്നതുണ്ട്. അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിൽ പുറത്തൊരാൾ മേടിച്ച്, അതുപോലെ തന്നെ സാധാരണ രീതിയിൽ സൈക്ലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാൻ കഴിയുന്നതല്ല അത് എന്ന് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. കുറഞ്ഞത് തന്നെ 88,000 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോഡി എല്ലാം ഹൈ ലെവൽ ബോഡി തന്നെയാണ്, എന്നാലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലാതെ. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ 7ാമത് വരുന്നത് BMX. അപ്പോൾ BMX എന്ന് ചിലവരെങ്കിലും കേട്ട് കാണും, സൈക്കിൾ ഇഷ്ടപ്പെടുന്നവരും കേട്ട് കാണും, അല്ലാതെയും കേട്ട് കാണും. BMX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രേക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പല പടത്തിലും, അതുപോലെ തന്നെ പല ആളുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല തരത്തിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ റെഡ് ബുളിനെ സ്വാധീനിച്ചത് തന്നെ പല തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ തന്നെ പോയിട്ടുണ്ട് BMX റൈഡിന്. BMX റൈഡ് എന്ന് പറയാം, BMX സ്റ്റെൻഡിങ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ ബ്രേക്ക് ഉള്ളതും ബ്രേക്ക് ഇല്ലാത്ത BMX ബൈക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സൈസ് തന്നെ പല സൈസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റോഡ് ബൈക്കിൽ പറയുന്ന MTB പറയുന്നതിൽ എല്ലാ തരത്തിലും തന്നെ ഇതിലും പല തരത്തിലുണ്ട്. മറ്റ് ചെറിയ കുട്ടികൾ കിടക്കാൻ BMXന്റെ ഒരു മോഡൽ വരുന്നുണ്ട്. അതിപ്പോൾ റൗണ്ടിങ്, ഇപ്പോൾ ഫ്രണ്ട് ടയർ റൗണ്ടിങ്ങിനാണെങ്കിലും ബ്രേക്ക് ഉള്ളതും ഇല്ലാത്തതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇല്ലാത്തതിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂ ആണ് ഇടുക. BMX റൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഷൂ ആണ് നമ്മൾ കാലിൽ ധരിക്കുക. അപ്പോൾ കാലിൽ ധരിക്കുമ്പോൾ നമ്മൾ ബ്രേക്കിനെല്ലാം ഈ ടയറിൻ്റെ ഗ്യാപ്പിലേക്ക് നമ്മളെ ഷൂ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനെല്ലാവരും ഈ ടിക്ടോക്ക് പോയതാണ്, അല്ലെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ സൈക്കിൾ സ്റ്റണ്ടിങ്. അപ്പോൾ സൈക്കിൾ സ്റ്റണ്ടിങ് അല്ല, BMX സ്റ്റണ്ടിങ് നിങ്ങൾ എല്ലാം കണ്ടു കാണും. അങ്ങനെ ഓരോ പരിപാടികൾ മനസ്സിലാക്കി. ഇതിനും ഏകദേശം നല്ല വില വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് റെഡ് ബുൾ സമ്മാനിച്ചിട്ടുള്ളൊരു BMX സൈക്കിൾ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതിന് ഏകദേശം 35 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ
എന്താ നമ്മളിപ്പോൾ ഒരു സാധാരണ സൈക്കിൾ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്, ബ്രേക്ക് ഇൻക്ലൂഡ് ആയത് DMX തന്നെ, അതും ഫ്രണ്ട് ടയർ റൗണ്ടിങ്ങിൽ. അപ്പോൾ ഏകദേശം ഇതിന് പ്രൈസൊക്കെ വരുന്നത് പറഞ്ഞാൽ 24 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞതിൽ കിട്ടുന്നുണ്ട് കേട്ടോ, 8 ഇതിലൊക്കെ. നമുക്ക് സാധാരണക്കാർക്ക് വെറുതെ ജസ്റ്റ് രസം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതാണ് BMX. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ 8ാമതായി വരുന്നത് ഫോൾഡിങ് ബൈക്സ്. അപ്പോൾ നമുക്ക് ഫോൾഡിങ് ബൈക്സിനെ പറ്റി ഒരുപാടൊന്നും പറയാനില്ല. നമ്മൾ ഫോൾഡിങ് ബൈക്സിന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി മടക്കി വെക്കാനുള്ളൊരു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കാർ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിൽ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും മടക്കിയും കൊണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം മടക്കാൻ കഴിയും. അങ്ങനത്തെ സൈക്കിൾസിനെയാണ് ഫോൾഡിങ് ബൈക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നമുക്ക് അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് കൈ പിടിച്ചുകൊണ്ടാകാൻ പറ്റും. സാധാരണ ബാഗ് തൂക്കിക്കൊണ്ട് പോകുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയാണോ അത് ഓപ്പൺ ആക്കി പോകേണ്ടത് അതുണ്ട്. അത് ഇലക്ട്രിക് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉണ്ട്. അപ്പോൾ അത്തരമുള്ള അതിനെ പറ്റി പറയാൻ അതിൽ വലിയ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് പല കമ്പനിക്ക് പല വില വരും, അതിലിപ്പോൾ പല സൈസ് വരും. പിന്നെ ഏകദേശം നമ്മളൊരു അങ്ങനത്തെ ഫോൾഡിങ് ബൈക്സ് വലുതൊന്നും മേടിക്കില്ല. അപ്പോൾ വലുതൊന്നും ഇപ്പോൾ വല്ലാതെ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ചെറിയ സൈസിൽ മാത്രം. പക്ഷെ ചെറിയ സൈസിലുള്ളത് തന്നെയാണ് വലിയവരും യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റും വളരെ കുറവാണ്, എന്നാൽ അത്യാവശ്യം മെച്ചവും ഉള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതാണ് ഫോൾഡിങ് ബൈക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യ പാർട്ട് 4 സൈക്കിൾസിനെ പറ്റിയും പിന്നത്തെ പാർട്ട് 4 സൈക്കിൾസിനെ പറ്റിയാണ്. ടോട്ടൽ 13 ഉള്ളത്. 5 സൈക്കിൾസാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ 3 വീഡിയോസ് ആയിക്കോട്ടെ, വല്ലാതെ ലെങ്ത്തും വേണ്ട എന്ന രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ കൂടുതലൊന്നും സൈക്കിൾസിനെ പറ്റി പറഞ്ഞിട്ടില്ല. അത്രയും ബൈക്സിൻ്റെ കാര്യങ്ങൾ കുറച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പ്രൈസ് നേരാവണ്ണം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പല കമ്പനിക്ക് പല പ്രൈസാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർ ഈ സൈക്ലിങ്ങിൽ എക്സസൈസ് കൂടി യൂസ് ചെയ്യും. കാരണം സൈക്ലിംഗ് പറഞ്ഞാൽ നല്ലൊരു എക്സസൈസിങ് ആണ്. പക്ഷേ ഈ റോഡ് ബൈക്ക് മേടിച്ച് നിങ്ങൾ എക്സസൈസിന് യൂസ് ചെയ്ത് MTB യൂസ് ചെയ്തോളൂ. അതുപോലെ തന്നെ എഡ്രോ, അതുപോലെ തന്നെ ഡോണിയലിനൊക്കെ 2.5 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാം റിസ്ക് എടുത്ത് മേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ MTB മേടിക്കാം. MTBക്ക് 10 രൂപ 12 രൂപ ആ റേറ്റിലൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല റെക്കമെൻഡ് വണ്ടി കൂടിയാണെന്ന് പറയാം. അപ്പോൾ ബാക്കി ഇപ്പോൾ കുറച്ച് ബൈക്സ് വലിയ ഇൻക്ലൂഡ് നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ബൈക്ക് കൂടിയാണ്. എന്നാൽ നമുക്ക് ഇവിടെ നല്ല അത്യാവശ്യമുള്ള ബൈക്സ് അല്ല. ഇപ്പം അത്യാവശ്യം നമ്മൾ പറഞ്ഞൊരു MTB കൂടെ നമുക്ക് പറ്റുന്നത്, എക്സസൈസിനും ഒക്കെ പറ്റുന്നത്, സൈക്ലിങ് നടത്താൻ സാധാരണ റോഡിലൂടെ നടത്താൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.